ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് പറ്റി ഡെമോ കാണിക്കാനായിട്ടാണ്. വീസിംഗ് ഉള്ളവർക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നെബുലൈസർ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് ഡെമോ കാണിക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ നെബുലൈസർ നിങ്ങൾക്ക് കാണാം. ഇത് വന്നിട്ട് നിറയെ സ്ഥലങ്ങളിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. പക്ഷേ ഇത് അപ്പോളോയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഉള്ള ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തുള്ള പാക്കുകളിൽ ഇതിനകത്ത് വളരെ ക്ലീനായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു ചെറിയൊരു അറ കാണാം നിങ്ങൾക്ക്. ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിനകത്താണ് ഇതിൻ്റെ അക്സസറീസ് എല്ലാം വെച്ചിരിക്കുന്നത്. ഐ മീൻ ഇതിൻ്റെ ഒരു ഓസ് പോലെ പ്ലാസ്റ്റിക് ഓസ്, പുക കടക്കാനുള്ള ഓസ്, പിന്നെ അവരത്തിൻ്റെ മുഖത്തുള്ള മാസ്ക്, പിന്നെ മരുന്നൊറ്റിക്കാനുള്ള ആ ഒരു സെൻറ്റർ വാൾവ് എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഒറ്റയടിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ഈസി ആയിട്ടുള്ള സംഭവം. 2 മാസ്ക് ഉണ്ട്. അപ്പോൾ വന്നിട്ട് അഡൾട്ടിന്, മുതിർന്നവർക്കും കുട്ടികൾക്കും ചെയ്യാനായിട്ട് 2. ഹോസ്പിറ്റലിലൊക്കെ എത്രത്തോളം ഹൈജീനിക്കാണെന്ന് പറയാൻ പറ്റില്ല. വീട്ടിനകത്താകുമ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായി കഴുകിയെടുത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട ഒരു സംഭവമാണത്. അങ്ങനെ ചെയ്യാൻ സാധിക്കും. 2 എണ്ണം കാണും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്തവർക്ക് അറിയാൻ പറ്റും. അതേ സ്റ്റൈൽ മാസ്ക് അതേ തന്നെയാണത്. ഇതിനകത്ത് കണ്ടില്ല, ടാഗെല്ലാം അതിനകത്തുണ്ട്. 2 എണ്ണം വലുത്, 1 ചെറുതുണ്ട്. സോ ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടില്ല, ഇതിനകത്തുള്ള ആ ഒരു മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ആ മെഡിസിൻ ഒറ്റിക്കുക. ഇതൊരു പഞ്ഞ് കോട്ടണാണിത്. ആക്ച്വലി ഇൻഫാക്റ്റ് അതിൻ്റെ ഒരു ഫിൽറ്ററാണിത്. കുറേ യൂസ് ചെയ്യുമ്പോൾ മാറ്റാനായിട്ട് വെക്കുന്നത്. ഇത് ഓസ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ എന്ന് പറയുന്നത്. മരുന്ന് ഒറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇതിൻ്റെ ഒരു സൈഡ്, ആ ഓസിൻ്റെ ഒരു സൈഡ് ഇവിടെ കണക്ട് ചെയ്യുക, ഒരു സൈഡ് മെഷീനിൽ കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാം. നല്ല ബലത്തിൽ പുഷ് ചെയ്യണം എന്ന് വെച്ചിട്ട് കാര്യം വെച്ചാൽ അല്ലെങ്കിൽ അത് വിട്ടുപോകും ചിലപ്പോൾ നെബുലൈസ് ചെയ്യുമ്പോൾ. ഇതിനകത്ത് മറ്റേ പോർഷൻ മറ്റേണ്ട് ഇവിടെയും കൊടുക്കുക. അങ്ങനെയാണ്. ഇതാണ് ഈ ഇടതയിൽ പിടിച്ചിരിക്കുന്ന ഭാഗമാണ് മെയിനായിട്ടുള്ള പോർഷൻ. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടണാണ്. ഇതിനകത്ത് കണ്ടില്ലേ, ഇതിന് മുകളിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിനകത്ത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള കോട്ടൺ കുറേ കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇതാണ് മെഡിസിൻ്റെ കാര്യം നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. കാരണം ഡോസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ മെഡിസിൻ എത്ര ml കണ്ടാണ് കണക്കത്. സോ അതിന് വീസിങ്ങിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് വേണം അത്. ഡോക്ടറെ മെഷീനും കാണിക്കണം, മെഡിസിനും കാണിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. സോ ഇതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിന് ലെഫ്റ്റിൽ വെറുതെ തിരിച്ചാൽ മതി. ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യരുത്, കാരണം പൊട്ടിപ്പോവും ചിലപ്പം. ഇതിനകത്ത് സ്പേസ് കാണുന്നുണ്ട്. ഇതിനകത്ത് ഇനി ഒരു നോബുണ്ട്, അതെടുത്തിട്ട് വേണം ഒഴിക്കാൻ. പക്ഷേ അതില്ലാതെ ഒഴിക്കാൻ പറ്റും നിങ്ങൾക്ക്. മെഡിസിൻ വന്നിട്ട് മെഡിസിൻ്റെ ഇതിനെ അറിയാം നിങ്ങൾക്ക്. തിരിച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് തിരിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. മെഡിസിൻ്റെ അറ്റത്തെ ക്യാപ്പ് റിമൂവ് ആവും. എന്നിട്ട് ആ മെഡിസിനെ ഇതിനകത്ത് ചുറ്റുമുള്ള ഭാഗത്തു നിന്ന് നടുക്കുമായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ലിക്വിഡ് ടൈപ്പ് ഓഫ് മെഡിസിൻ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. കംപ്ലീറ്റ് വരുന്നവരെ അത് പ്രസ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് മെഡിസിൻസ് ഒളിപ്പോവും. അകത്ത് കാണുന്നൊരു വാൾവ് അതും എടുക്കാൻ വെക്കും. പക്ഷേ അതില്ലാതെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ക്ലോസ് ചെയ്യാനുള്ള വാൾവ്. അത് നിങ്ങൾക്ക് ആ വാൾവ് കാണുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെ അഴിക്കേണ്ടതെന്നുള്ളത്. സോ അപ്പം ഇതാണ് എൻ്റെ ഒരു സെറ്റിങ്സ്. ഇൻഫാക്റ്റ് അതിനകത്ത് ആ വാൾവിൻ്റെ ഒരു അറ്റത്ത് വന്നിട്ട് നിങ്ങൾക്ക് മാസ്കിൻ്റെ ഒരു സൈഡ് കണക്ട് ചെയ്യാൻ പറ്റും. 2 മാസ്കിനും ഒരേ ലെവലാണ്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്പേസിനകത്ത് എൻ്റെ പവർ ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് സാധാരണ പോലെ ഒരു ടാഗറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ് നിങ്ങൾക്ക്. സോ അതുകൊണ്ട് നിങ്ങളുടെ പ്ലഗ് പോയിൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കൈ പിടിച്ചിട്ട് വേണം ഇരിക്കുന്നത്. കാരണം ലെങ്ത്ത് ഉണ്ടാവില്ല. അത് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് അത് വെക്കണം. 2 പിന്നിൽ ആസ് യൂഷ്വൽ 2 പിന്നിൽ കുത്തി. എന്നിട്ട് ഇതിൻ്റെ മെയിൻ പവറാണ് ഓൺ ചെയ്യേണ്ടത്. എന്നിട്ടേ ഇതിൻ്റെ സൈഡത്തെ പവർ ജാക്കറ്റ് പവർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പവർ വരരുത്. ഇതിൻ്റെ മെഡിസിൻസ് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുക വന്നുകൊണ്ടിരിക്കും. സോ പുക നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒറ്റുന്നത് ഓട്ടോമാറ്റിക്കായി നിൽക്കും. അത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക സൗണ്ട് വരും. സോ അതോടെ അത് തീർന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക. മെയിൻ ഓഫ് ചെയ്തിട്ട് സൈഡത്തെ ഇതിൻ്റെ ബട്ടൺ ഓഫ് ചെയ്ത് ഇത് വൃത്തിയായി കഴുകി പ്രോപ്പറായി പക്ക എടുത്തതുപോലെ തന്നെ എടുത്ത് വെക്കണം. നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ മുമ്പ് ഡ്രൈ ആയിരിക്കണം. കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുക. വളരെ യൂസ്ഫുള്ളാണിത്. കാരണം മിഡ് നൈറ്റിലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കുട്ടികളെയും കൊണ്ട് പോണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വൺസ് ഡോക്ടറെ കാണിച്ചതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും നെബുലൈസേഷൻ മിഡ് നൈറ്റ് പൊയ്ക്കോളാം അത് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഉറപ്പില്ല. സോ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്. പിന്നീടാണ് ഞങ്ങളത് ഇങ്ങനെ ഒരു ഐഡിയ വന്നതും ഇത് വാങ്ങാനുള്ള ഒരു തോട്ട് ഉണ്ടായത്. കാരണം വെച്ചാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പെട്ടെന്ന് മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും.